അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ. സോറി സാർ, സോറി. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരം सर आप पुलिस बुला रहे हैं? पुलिस? यार ये पुलिस के लिए जगह दिख रही है क्या आपको? वो पुलिस बुला रहे हैं. ഞാൻ മാത്രമല്ല, അവരെല്ലാവരും അങ്ങനെ ഞങ്ങള് പോലീസ് പിടിച്ച് 10-600 രൂപ പോയതിന്റെ ദുഃഖം മാറാനും എല്ലാ സങ്കട നിവൃത്തിക്ക് വേണ്ടിയിട്ട് ഒരു അമ്പല ദർശനം നടത്താൻ തീരുമാനിച്ചു. വേറെങ്ങുമല്ല, നമ്മുടെ ജയ്പൂരുള്ള ബിർള മന്ദിറിലാണ് കേട്ടോ നമ്മൾ പോകാൻ തീരുമാനിച്ചത്. ഇതാണ് നമ്മുടെ ബിർള മന്ദിർ. ടാറ്റ ബിർള ചേട്ടന്മാരാന്ന് തോന്നുന്നു അല്ലേ? അല്ല, പഴയ പണക്കാരവര്. അപ്പോൾ അവരുടെ ഇതിലുള്ള അധീനതയിലുള്ള ഒരു അമ്പലമാണ് ബിർള മന്ദിർ. ഇത് അടിപൊളി. ബിർള മന്ദിർ സ്ഥിതി ചെയ്യുന്നത് ഈ ജയ്പൂർ സിറ്റിയുടെ ഔട്ട്സ്കേർട്ടിലാണ്. അതായത് ഔട്ടർ റിംഗ് റോഡ് എന്നൊക്കെ പറയണ മാതിരി എല്ലാ സിറ്റിയുടെ ഒരു ഔട്ടർ സൈഡ് ഉണ്ടാവുമല്ലോ, ആ ഏരിയയിലാണ് ബിർള മന്ദിർ ഇരിക്കുന്നത്. ആ ദൂരെ കാണുന്ന മലയുടെ മുകളിൽ ഉണ്ടോ, അത് ആ മലയുടെ പേര് മോട്ടി ഡുംഗറി എന്നാണ്. മോട്ടി ഡുംഗറി ഹിൽ. ആ ഹില്ലിൻ്റെ അടിവാരത്തായിട്ടാണ് നമ്മുടെ ബിർള മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ മലയാറ്റൂരൊക്കെ പോലെ മലയാറ്റൂരിൻ്റെ മുകളിലെ പള്ളി, താഴത്തെ ഒരു പള്ളി ഉണ്ടല്ലോ, താഴത്തെ വലിയ ഒരു പള്ളി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സംഭവം. അപ്പം മുകളിൽ വേണമെങ്കിൽ ട്രെക്ക് ചെയ്ത് നമുക്ക് കയറി അവിടെ തൊഴാം. അത്യാവശ്യം സ്ട്രെയിനായിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മൾ ഈ കാണുന്ന കാഴ്ചയിൽ തുറസായിട്ടിരിക്കുന്ന ഒരു മലമുകളിലെ അമ്പലമാണെങ്കിലും അവിടെ കയറി എത്തുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. അപ്പം ഞങ്ങൾ അതിനായിട്ട് മുതിർന്നില്ല. മെയിൻ കാര്യം അവിടെ ഇപ്പോൾ കയറിയിട്ട് കാര്യവുമില്ല. കാരണം ഒരു സീസണിലാണ് അവിടുത്തെ അമ്പലത്തിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പം അവിടെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ താഴത്തെ നമ്മുടെ അമ്പലത്തിലാണ് സന്ദർശിക്കാൻ പോയത്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനുമാണ്. വിഷ്ണു ഭഗവാൻ സ്ഥിതിയുടെ മൂർത്തിയും ലക്ഷ്മി ദേവി ധനത്തിൻ്റെ പ്രതീകവുമായതുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടിയുള്ള ഒരുമിച്ചുള്ള ഒരു പ്രതിഷ്ഠയാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് ഈ ക്ഷേത്രത്തെ ലക്ഷ്മി നാരായണ ക്ഷേത്രം എന്നും അറിയപ്പെടും. നമ്മുടെ ഡൽഹിയിലെ അക്ഷർധാം ടെമ്പിളിൻ്റെ പ്രതിഷ്ഠയും ഏതാണ്ട് ലക്ഷ്മി നാരായണ സ്വാമിയുടെ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ പ്രതിഷ്ഠ പോലെ തന്നെ ആ സ്വാമിയുടെ പേരും ആ സന്യാസിയുടെ പേരും ലക്ഷ്മി നാരായണ സ്വാമി എന്നാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ്, മിക്കവാറും ഈ വടക്കേ ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ മിക്കതും സർക്കാർ സംഭവമല്ല, നമ്മുടെ കേരളത്തിലെ പോലെ അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ബിർള ഗ്രൂപ്പില്ലേ, നമ്മുടെ ടാറ്റ, അംബാനി ഇങ്ങനെയുള്ള നമ്മുടെ കാലങ്ങളായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പണക്കാരുള്ളവരെല്ലാവരും, അതിലൊരാളായ ബിർള ഗ്രൂപ്പ് അവരുടെ നിർമ്മിച്ച ക്ഷേത്രമാണ്. കംപ്ലീറ്റ് വെണ്ണക്കല്ലിലാണ്, വെള്ള കളറിൽ നമ്മുടെ വെളുത്ത മാർബിൾ ഉപയോഗിച്ചിട്ടാണ്, നമ്മുടെ താജ്മഹലൊക്കെ വന്നിട്ടുള്ള വെളുത്ത മാർബിൾ ഉപയോഗിച്ചിട്ടാണ് ഫുൾ ഇതിന് നിർമ്മിതി. ഇതിൻ്റെ അതിമനോഹരമായൊരു സൃഷ്ടിയുണ്ടോ, കാണാനായിട്ട് വേറെ ലെവലാണ്. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതുപോലെ തന്നെ നമ്മൾ എത്ര വെയിലൊന്ന് വന്നാലും പുരി വെയിലത്തെ കേസ് എനിക്കറിയാൻ അല്ലാതെ ഇപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഈ മാർബിളിൽ കാല് തൊടുമ്പോൾ തന്നെ നല്ല കുളിരാണ്, നല്ല തണുത്ത് നല്ല കൂളിങ് ഇതാണ് ഇവിടെ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ കാഴ്ച, ഈ അസ്തമയ സമയത്തുള്ള കാഴ്ച എന്ന് വെച്ചാൽ അതിഗംഭീരമായ കാഴ്ചയാണ്. അപ്പം ഈ അമ്പലത്തിൽ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലക്ഷ്മി നാരായണ പ്രതിഷ്ഠ കൂടാതെ ഒരുപാട് ശില്പങ്ങളും ഗ്ലാസ് വർക്കുകളും ദേവന്മാരും ദേവികളും എല്ലാവരും ഉണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഗ്രീക്ക് ദേവനായ കൺഫ്യൂഷ്യസും അതുപോലെ നമ്മുടെ ക്രിസ്തു ദേവനും പിന്നെ അതുപോലെ തന്നെ ബുദ്ധനും
ഒക്കെ ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും കൂടി എല്ലാ ഒരു നാനാ മതത്തിൽപ്പെട്ടവർക്കും വരാവുന്ന, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്ഷേത്ര ഒരു കൺസെപ്റ്റാണ് ഇവിടെ. അവിടുത്തെ ഐഡിയോളജി വേറൊരു വ്യത്യസ്തമായ ഒരു രീതിയാണ്. പിന്നെ പൊതുവെ വടക്കേന്ത്യയിലെ ക്ഷേത്രങ്ങളുടെ ഒരു രൂപവും കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ഈ അമ്പലവും. ഇതിൻ്റെ ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുൾ വൈറ്റ് മാർബിളിൽ തീർത്തിട്ടുള്ള ഒരു അത്ഭുതമാണെന്നുള്ളതാണ് ഇതിൻ്റെ ഭംഗി. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ ജയ്പൂർ സിറ്റിയുടെ ഒരു ഭാഗത്തു നിന്ന് നോക്കിയാൽ ഇതൊരു കുന്നിൻ മുകളിലാണ്, വലിയൊരു കുന്നിൻ്റെ താഴ്വരയിലാണ്. നമ്മുടെ ഈ ആര്യവല്ലി ഹിൽസൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. പക്ഷെ ഇത് മാറി നിന്നിട്ടുള്ളൊരു കുന്നാണ്, മോട്ടി ഡുംഗിരി എന്ന് പറഞ്ഞൊരു കുന്നാണ്. ആ കുന്നിൻ്റെ താഴ്വരയിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെ സിറ്റിയാണ്, ഔട്ടർ സിറ്റി. അപ്പോൾ അതും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ ഒരു ഇതൊക്കെ നമുക്ക് ഈ അമ്പലത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. പിന്നെ ഇവിടുത്തെ പ്രതിഷ്ഠ ലക്ഷ്മി നാരായണ സ്വാമി ക്ഷേത്രമാണല്ലോ. അപ്പോൾ അകത്തിരിക്കുന്ന ആ പ്രതിഷ്ഠയും ഈ മാർബിൾ വെള്ള കളറിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ക്യാമറ അനുവദനീയമല്ല, പക്ഷെ നമ്മൾ പതുക്കെ ക്യാമറ കയറ്റി ചെന്നപ്പോൾ നമുക്ക് മനസ്സിലായി. അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവിടെ എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ബാൽക്കണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ വർക്ക് കാണാൻ ഒരു പ്രത്യേക രസമാണ്. ഇതിൻ്റെ ഒരുപാട് വലിപ്പമൊന്നുമില്ല മറ്റുള്ള ക്ഷേത്രങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ ഭീമാകരമായൊരു ക്ഷേത്ര സമുച്ചയം എന്നൊന്നും പറയാനില്ല, അങ്ങനെ ഒരു കോംപ്ലക്സ് ഒന്നും അല്ലത്. പക്ഷെ ഉള്ളത് വളരെ നീറ്റും വളരെ സിമ്പിളായിട്ട്, എന്നാൽ അതിൽ ചെറിയ കാർവ് ചെയ്തിട്ടുള്ള കുറേ വർക്കുകളൊക്കെ അടങ്ങിയ ഒരു അടിപൊളി അമ്പലം കേട്ടത്. ഞങ്ങൾ അമ്പലമൊക്കെ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നു. അപ്പോൾ ഞങ്ങളവിടെ ഒരു സ്നാക്സ് കടയിൽ കയറിയിട്ട് ഒരു ചായയും അവിടുത്തെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതുണ്ടോ. തരക്കേടില്ല, ഒരു ഒറ്റയാൻ കളിയാണ് അവിടുത്തെ ചേട്ടൻ. അതുകൊണ്ട് പുള്ളി ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്താറായിട്ട് സമയം എടുക്കുമെങ്കിലും കിട്ടി വന്നത് വൈകിയാണെങ്കിലും കഴിച്ചപ്പോൾ നമുക്കൊരു സംതൃപ്തിയായി. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങളുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയ്പൂർ സിറ്റിയിലൂടെ ഒരു റൈഡ്. നമ്മൾ ഏകദേശം അവസാനിച്ചു. നമ്മൾ ഇത്ര ദിവസം ജയ്പൂർ തന്നെയായിരുന്നു, 2 ദിവസം ഫുള്ളായിട്ട് കറങ്ങി. നാളെ നമ്മൾ ആഗ്രയിലേക്ക് പോവാണ്. അപ്പോൾ ആഗ്രയിലേക്ക് പോകുന്ന വഴിയാണ് ഫത്തേപൂർ സിക്രി അറിയാലോ. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ഫുള്ള് നമുക്ക് സമയമുണ്ട്. അപ്പം നൈറ്റ് ഒന്ന് ഈ സിറ്റിയുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് കറങ്ങാമെന്ന് ജയസിനോട് പറഞ്ഞു. പിന്നെ ഇത് ഇങ്ങനെ കണ്ടോ, ഓരോ സ്ഥലത്തൊരു വിജയസ്തംഭം കാര്യങ്ങളൊക്കെ ഇതുണ്ട്. നമ്മുടെ മാൻസിംഗ് രാജാവിൻ്റെയും നമ്മുടെ ജയ്സിംഗ് രാജാവിൻ്റെയൊക്കെ പ്രകീർത്തിച്ചിട്ടുള്ള ഒരുപാട് മോണുമെന്റ്സ് കാര്യങ്ങളൊക്കെ ഈ സിറ്റിയിലുണ്ട്. ഇപ്പം നമ്മൾ ഔട്ടർ സിറ്റിയിൽ നിന്ന് ശരിക്ക് പുറത്തുള്ള ഔട്ടർ റിംഗ് റോഡ് ആഗ്രയ്ക്കും മറ്റുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള ഹൈവേയിൽ നിന്ന് നമ്മൾ പതുക്കെ ജയ്പൂർ സിറ്റിയിലേക്ക് വീണ്ടും റിട്ടേൺ കയറുന്ന ഭാഗമുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. മെട്രോന്റെ വർക്ക് നടക്കുന്നുണ്ട്. മെട്രോ കുറേയൊക്കെ ഓടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡൽഹിയിലെ പോലെ തന്നെ ജയ്പൂർ എന്നാലും നമുക്ക് മെട്രോന്റെ സഹായത്തിൽ നമുക്ക് സിറ്റി മുഴുക്കെ കറങ്ങാനായിട്ട് സാധിക്കും. പിന്നെ ഈ പറഞ്ഞ ഇലക്ട്രിക് റിക്ഷ ഒരു സംഭവം തന്നെയാണ് കേട്ടോ ജയ്പൂരത്തെ. നമ്മുടെ ജയ്സൺ ചേട്ടൻ എന്നെ പോലെ തന്നെ അത്യാവശ്യമല്ല എന്നേക്കാൾ നന്നായി സംസാരിക്കുകയും നല്ല കത്തി വയ്ക്കുന്ന ഒരാൾ കൂടിയാണ്. ഞാൻ പുള്ളിയുടെ തോറ്റുപോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ അവയർനെസ്സും പുള്ളിയുടെ അറിവുകളും എനിക്ക് പകർന്നു തന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ സിറ്റി ടൂറിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഞങ്ങൾ നമ്മുടെ സിറ്റി ജയ്പൂർ ഉൾനഗരത്തിലേക്ക് മെയിൻ ഏരിയയിലേക്ക് വരാൻ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ആൽബർട്ട് മ്യൂസിയത്തിന്റെ ആ ഭാഗം, നമ്മുടെ ഫുഡ് ചൗക്കൊക്കെ ഉണ്ടല്ലോ, ആ ഏരിയ ഒക്കെ കവർ ചെയ്ത് അവിടെ ഒരു തടാകമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൂടെയുള്ള ഒരു റിങ്ങൊക്കെ എടുത്തിട്ട് വരാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൽബർട്ട് മ്യൂസിയത്തിൻ്റെ ഒക്കെ അവിടെ എത്തിയപ്പോഴേക്കും ഇരുട്ടായി. ഇനിയിപ്പോൾ രാത്രി കാഴ്ചകളാണ്. രാത്രി കാഴ്ചകൾ കാണുക തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. കാരണം സിറ്റിയുടെ ഭംഗി രാത്രിയാകുമ്പോൾ 10 മടങ്ങ് കൂടും എന്നുള്ളത് നമുക്ക് മുമ്പ് മനസ്സിലായിരുന്നു യാത്ര ചെയ്തപ്പോൾ. അപ്പം അത് നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഓട്ടോറിക്ഷ ഇവിടെ ഉണ്ടെങ്കിലും അതിൽ കൂടുതൽ ഇലക്ട്രിക് വണ്ടികളാട്ടോ. 5 ഡ്രൈവർ അടക്കം 6 പേർക്ക് സഞ്ചരിക്കാവുന്ന, 6 അല്ല ശരിക്കും പറഞ്ഞാൽ 3-6 പിന്നെ ഡ്രൈവറിന്റെ അടുത്തും വേണമെങ്കിൽ ഒരാൾക്ക് ഇരിക്കണം കൂട്ടി കഴിഞ്ഞാൽ 8 പേർക്ക് വരെ ഈ ഇലക്ട്രിക് ഓട്ടോയിൽ സഞ്ചരിക്കാം കേട്ടോ. പക്ഷെ അത് എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത് പ്രചാരത്തിൽ വരാത്തതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നമ്മുടെ റോഡുകളുടെ ആയിരിക്കാം. അവിടുത്തെ റോഡുകളും സിറ്റിയിൽ മാത്രമേ നല്ലതുള്ളൂ. ഹൈവേ ഒക്കെ ഓക്കെ, പക്ഷെ ഹൈവേയിലൊന്നും ഈ വണ്ടി കാണാറില്ല. സിറ്റിയുടെ ഉള്ളിൽ മാത്രമാണ്. നമ്മുടെ നാട്ടിലും അടുത്ത് വരുമായിരിക്കും. അങ്ങനെ നമ്മുടെ
എൻട്രൻസ് കവാടം കടന്നുട്ടോ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്ന ആ പിങ്ക് സിറ്റിയിലേക്ക് നമ്മൾ എൻ്റർ ആയേക്കാണ്. ഇനി കംപ്ലീറ്റ് നമ്മൾ ഇതിലൂടെ രാത്രി കാഴ്ചകളാണ്. ചുറ്റും അറിയാലോ ഈ പിങ്ക് കളറിലെ നമ്മുടെ ബിൽഡിങ്ങുകളാണ്. ഇവിടുത്തെ ഒരു നിയമമാണത്, പോളിസിയാണ്, സർക്കാർ പോളിസിയാണ്. അത് കാരണം മറ്റു കടക്കാർക്കോ കാര്യങ്ങൾക്കോ അവരുടെ ഇഷ്ടത്തിനൊരു കളറടിച്ച് ബിൽഡിങ് ഇത് ഒന്നും പറ്റില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഇലക്ട്രിക് ഓട്ടോ, അപ്പൊ ഇവിടെ അത് വന്നു കഴിഞ്ഞാൽ വളരെ ലാഭകരമായിട്ട് ആളുകൾക്ക് പോകാൻ പറ്റും എന്നുള്ളത്. 10 രൂപയ്ക്ക് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്, അത് ഷെയർ ഓട്ടോ പോലെ പിടിച്ച് നമുക്ക് പോവാം. അപ്പൊ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കും ഇവർക്ക് ഇങ്ങനെ. ഈ പിങ്ക് സിറ്റി എന്ന് പറയുന്ന ആ കളറ് പിങ്ക് അല്ല, ആ ഒരു ഗോൾഡൻ ബ്രൗൺ അല്ലെങ്കിൽ എന്താ പറയാ മണ്ണിന്റെ കളർ പോലത്തെ ബൗളില് വാപ്റ്റ് ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് കൂടി കൊടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു നല്ല സ്വർണ്ണമയമായിട്ടാണ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കണത് കേട്ടോ. ഇവിടെ സിറ്റി എപ്പോഴും നല്ല തിരക്കാട്ടോ, ഡൽഹി പോലെ തന്നെയാണ് ഇവിടെ എപ്പോഴും നല്ല ജനനിബിഡമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ്. ഈ സമയത്താണ് കുറച്ചെങ്കിലും ഒഴിഞ്ഞ് അത് കണ്ടത്. അതും മെയിൻ ആ ഹവാമഹലിന്റെ അടുത്തേക്കൊക്കെ എത്തുമ്പോ തിരക്ക് കൂടും. ഇത് സിറ്റിയിലേക്ക് അവിടെ കയറി തുടങ്ങിയിട്ടുള്ളൂ. ഇതിന്റെ ഈ ഭാഗങ്ങളൊക്കെ ഇത്രയും ഭംഗിയായിട്ടിട്ടാണ് ഈ ഫെസ്റ്റിവൽ ടൈം ആയതുകൊണ്ടാണോ അല്ലെങ്കിൽ ഇവിടെ സ്ഥിരമായിട്ട് ഇതേപോലെ ലൈറ്റിങ്ങും കാര്യങ്ങളായിട്ടാണോ ഈ ബിൽഡിങ്ങുകളൊക്കെ നിലനിൽക്കണേന്ന് എനിക്ക് അറിയില്ല. പക്ഷെ ഇപ്പൊ മിക്കവാറും ബിൽഡിങ്ങുകളും നല്ല വർണ്ണപ്രപഞ്ചമായിട്ടുള്ള ദീപാലങ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞ് നല്ല സൂപ്പറായിട്ട് തിളങ്ങി നിൽക്കാണ് ടൗൺ മുഴുവൻ കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ ഓട്ടോറിക്ഷ കാണാം കേട്ടോ. കംപ്ലീറ്റ് CNG ആണ് ഇവിടെ. CNG ഇലക്ട്രിക്കും തന്നെയാണ്. ഇവിടെ പെട്രോൾ വണ്ടികൾ കുറവാ. നമ്മള് പോണ വണ്ടി പോലും CNG ആണ്. CNG വണ്ടികൾക്ക് അവിടെ ഭയങ്കര ഡിമാൻഡ് കേട്ടോ. മെയിനായിട്ടും മൈലേജ് തന്നെയാണ്. പിന്നെ പൊല്യൂഷന്റെ ഒരുപാട് കുറവുകളുണ്ട്. പെട്രോൾ വണ്ടിയൊക്കെ അവിടെ നിരോധിച്ചു തുടങ്ങിയല്ലോ. ഡൽഹിയിൽ പ്രത്യേകിച്ച് ഫുൾ ബാൻ ചെയ്യണ അവസ്ഥയാണ്. കണ്ട ഈ ബിൽഡിങ്ങുകളുടെ മുകളിലൊക്കെ ഈ ഇതിന്റെ പോലത്തെയുള്ള ഈ മകുടങ്ങൾ പോലത്തെയുള്ള ആ സംഭവങ്ങളൊക്കെ ഉണ്ടോ. അതാണ് ഇവിടുത്തെ സിമ്പൽ, രാജസ്ഥാന്റെ സിമ്പലാണത്. ഇവിടുത്തെ ടൗൺ ഹാള് കാര്യങ്ങളൊക്കെ എല്ലാം ഇതേ സെയിം പാറ്റേണിലാണ് കേട്ടോ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഇത് നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ എത്രത്തോളം ഈ ബിൽഡിങ്ങുകളുടെ ഒക്കെ അധികാരം കാര്യങ്ങളൊക്കെ ഇപ്പോഴും രാജ കുടുംബത്തിന് തന്നെയാണെന്ന് പറയുന്നത്. പക്ഷെ അവര് ഗവൺമെന്റ് ഓർഡിനൻസും അതുപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ എന്നിട്ട് റെഗുലറേഷനൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇവിടുത്തെ ഓണർഷിപ്പ് അവരുടെ തന്നെയാണ്. അവര് ലീസിന് കൊടുക്കുകയോ അതല്ലെങ്കിൽ അവരിൽ നിന്ന് ഈ പാട്ട സമ്പ്രദായത്തില് കടക്കാരെടുത്തിട്ടോ ചെയ്യുന്നതാണെന്നാണ് ഇവിടുന്ന് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടോ. സർക്കാർ തന്നെയാണ് ഇതിന്റെ പവർ കംപ്ലീറ്റ്. പക്ഷെ എന്തിനും രാജാവ് അല്ലെങ്കിൽ രാജകുടുംബത്തിന്റെ ഒരു അധീനതയിൽ തന്നെയാണ് ഇപ്പോഴും ഈ സിറ്റിയിലുള്ള മിക്കവാറും സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊരു അതായത് ജനാധിപത്യ രാജ്യത്ത് ഇപ്പോഴും അങ്ങനെ ഒരു സിസ്റ്റം ഒക്കെ നമുക്കറിയില്ല. അവർക്ക് ഇപ്പോഴും ഇവിടെ അധികാരം ഉണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മൾ ഈ കാണുന്നതും ഈ ഇവിടുത്തെ സമൂഹം. പിന്നെ എന്ത് തന്നെ ആയാലും ഇങ്ങനെ ഒരു സിസ്റ്റം വെച്ചത് കൊണ്ട് ഈ പിങ്ക് സിറ്റി അല്ലെങ്കിൽ ഒരു റോയൽ സിറ്റി എന്നൊക്കെ നമുക്ക് പറയാവുന്ന രീതിയിൽ ജയ്പൂർ ഇപ്പോഴും നിലനിന്ന് പോരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു നിയമവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്. അങ്ങനെ നമ്മള് ഈ ഹവാമഹളൊക്കെ ഇരിക്കണ ആ ജംഗ്ഷന്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ. അപ്പൊ നല്ല റഷായി തുടങ്ങി. ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. നമ്മളീ പറഞ്ഞോണം നമ്മളിവിടെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഒരു ഡ്രൈവിംഗ് കൾച്ചർ ഭയങ്കര വ്യത്യാസമാണ്. അത് പഠിച്ചാൽ മാത്രമാണ്, പഠിക്കാനൊന്നുമില്ല, നമ്മളൊരു 2-3 ദിവസം കൂടെ വണ്ടി ഓടിച്ചപ്പോൾ നമുക്കത് യൂസ്ഡ് ആവും. കാരണം ശരിക്കുമുള്ള MVDയുടെ നിയമങ്ങളോ കാര്യങ്ങളോ വെച്ചിട്ടല്ല വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് അതെ നമ്മുടെ വണ്ടി പിടിച്ചു വന്നു എന്ന് പറഞ്ഞാൽ ഇതേ പോലീസുകാരാണ് കൈ കാണിച്ചത്. വേറൊന്നുമല്ല കേട്ടോ. ഞാൻ നമ്മുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ഇതിൽ കാണിച്ചില്ലേ ആ സംഭവമാണ്. അതായത് ഞാൻ സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നൈസായിട്ട് പിടിച്ചു. അവര് നമുക്കൊന്നും പറയാനില്ല, കാരണം നമ്മൾ ഒരു മിസ്റ്റേക്ക് ചെയ്തേക്കാണ്. അവിടെ അവരുടെ കാല് പിടിക്കാന്നുള്ളൂ. അല്ലെങ്കിൽ തന്നെ അവരൊരു കാരണം കിട്ടാൻ നോക്കിയിരിക്കുകയാണ്, ഒരു മറ്റൊരു രജിസ്ട്രേഷൻ. പക്ഷെ ഹരിയാന രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പൊ അങ്ങനെ നമ്മളെ ഇവര് ചൂഷണം ചെയ്യാൻ വന്നതാണെന്നൊന്നും പറയാനും പറ്റില്ല. നമ്മൾ അത് മിസ്റ്റേക്ക് ഇരിക്കാണല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു മൈനസ് സാധനം ജയ്പൂരിൽ നിന്ന് കിട്ടി. ആകെ യാത്രയിൽ കിട്ടിയൊരു പണിയാണ് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് ഫത്തേപൂർ സിക്രി, അതായത് മുഗൾ രാജവംശത്തിന്റെ ഫസ്റ്റ് ഒരു
മോണ്യുമെന്റിനോ അല്ലെങ്കിൽ അവരുടെ പള്ളിക്ക് ശേഷം പള്ളി എൻ്റെ അറിവില് ഏറ്റവും ഫസ്റ്റ് വന്ന പള്ളി നമ്മുടെ കേരളത്തിലെ കൊടുങ്ങല്ലൂരുള്ള ചേരമാൻ മസ്ജിദാണെന്നാണ് എൻ്റെ അറിവ്. പക്ഷെ ഒരു മുഗൾ എംപറർ അല്ലെങ്കിൽ ഒരു അറബി ഇതിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അതിനു മുമ്പ് ഗിൽജിയോ അതല്ലെങ്കിൽ അതിനു മുമ്പ് ബാബറൊക്കെ വന്നെങ്കിലും അവര് ഒന്നും ഇതുപോലൊരു ഭരണസിരാ കേന്ദ്രം പോലെയുള്ളൊരു കോട്ടയൊന്നും പണിത് കണ്ടിട്ടില്ല. അവരുടെ ഒരു കോട്ടയൊന്നും എൻ്റെ അറിവിലില്ല. കാര്യം കുത്തബ് മിനാറൊക്കെ ഉണ്ടെങ്കിലും ഒരു കൊട്ടാരം പണിതത് ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഫത്തേപൂർ സിക്രിയാണ്. അതാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. മുഗൾ രാജവംശത്തിന്റെ ഫസ്റ്റ് ഫോർട്ട് അടുത്ത വീഡിയോയിൽ. ഓക്കെ.